ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ എണീറ്റതും രാവിലെ എണീറ്റ് ഒരു 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന്. ഞാൻ രാവിലെ എണീച്ച് വന്ന വരവാണ് കേട്ടോ ഇത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഹോം ടൂർ വീഡിയോ തന്നെ ആക്കിക്കൊള്ളാമെന്ന്. കാരണം എനിക്ക് ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നല്ല ഇഷ്ടമാട്ടോ. മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ എന്ന് വിചാരിച്ച്, നമ്മുടെ കുഞ്ഞൊക്കെ വളർന്ന വീടല്ലേ, അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഹോം ടൂർ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പട്ടാളത്തിലാണ്, അതായത് BSFലാണ് വർക്ക് ചെയ്യുന്നത്. ആള് സോൾജിയറാണ്. നമ്മുടെ ഒരു സോൾജിയർ ഫാമിലിയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പം മധ്യപ്രദേശ് ഗോളിയാർ എന്ന് പറയുന്ന ഒരു ക്യാമ്പിനകത്താട്ടോ ഉള്ളത്. ഗോളിയാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ക്യാമ്പിനകത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 10-36 ഫാമിലീസൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ മലയാളീസൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഹിന്ദിക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളത്. അവരൊക്കെയാണ് നമുക്കിവിടെ സംസാരിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ മലയാളി ഫാമിലി ഒന്നും ഇല്ലാത്ത കാരണം നല്ലപോലെ ബോറടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗിങ് ഒക്കെ എടുത്ത് തുടങ്ങിയത്. കാരണം എത്ര ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മിണ്ടാതിരിക്കുക. കാരണം കുഞ്ഞൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി. കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പം നമ്മൾ വീട്ടിൽ ഒതുങ്ങി മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അപ്പോൾ ഭയങ്കര അത് ബോറടിയാണ്. പിന്നെ ഏട്ടന് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ആട്ടോ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇതിപ്പം സമയം എന്ന് പറയുന്നത് 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ഒക്കെ കണ്ടില്ലേ, ഞാനിങ്ങനെ വീട്ടിലിടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടായിരിക്കും, മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത് ഞാനിപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നതാണ്. അപ്പം അതിനുള്ള കോലമൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ടൂർ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന വ്യൂ ഇതായിരിക്കും. അതായത് ഫ്രണ്ടിലും, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ക്വാർട്ടേഴ്സൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അവിടെയാണ് കുഞ്ഞുങ്ങൾ കളിക്കുക. ഗ്രൗണ്ട്, അതായത് പാർക്കൊക്കെ ഉള്ളത് അവിടെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. നമ്മുടെ അടുത്ത് കുറച്ച് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡൊക്കെയാണ് കേട്ടോ ബാക്കി ക്വാർട്ടേഴ്സൊക്കെ. നമ്മുടെ മുകളിൽ ഒരു ഫാമിലി ഉണ്ട്, തൊട്ടടുത്തും 1-2 ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടർ. നമ്മുടെ ക്വാർട്ടറൊക്കെ ചെറുതാണ്. എല്ലാവരുടെയും ക്വാർട്ടർ സെയിം ഒരേ മോഡൽ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാവരുടെയും ക്വാർട്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുമ്പം ലിവിങ് റൂം ആയിട്ട് ഇതാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിവിങ് റൂമിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തേക്ക് പോലെ കുറേ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിവിങ് റൂം എപ്പോഴും എല്ലാവരും നന്നായി വൃത്തിയായിട്ടൊക്കെ അല്ലേ വെക്കുക. അപ്പം നമ്മളും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കി വെക്കാനൊക്കെ ആയിട്ടോ നോക്കിയിട്ടുള്ളത്. അതായത് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ ഈ ലിവിങ് റൂം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കിടന്നിട്ടൊക്കെ ആയിരിക്കും TV കാണുക. നമ്മുടെ ഈ റൂമിനകത്താട്ടോ TV ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റൂമിനകത്തായിരിക്കും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. മോനും ഞങ്ങളും എല്ലാം ഈ റൂമിനകത്താട്ടോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളവിടെ കുറച്ച് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നാട്ടിൽ പോയപ്പോൾ എടുത്തതും കല്യാണത്തിന് എടുത്തതും അതുപോലെ ഏട്ടന് ജോലി കിട്ടിയപ്പോൾ എടുത്തതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏട്ടന് ജോലി കിട്ടിയ സമയത്ത് ഏട്ടനാകെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത ആ ഒരു ഫോട്ടോ ആണ് ഇത്. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ തിരുവില്ലാമല അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അതായത് നമ്മുടെ പാലക്കാടുള്ള തിരുവില്ലാമല അമ്പലം. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയപ്പോൾ ഇതുപോലെ ഏട്ടൻ എടുത്തു തന്ന ഫോട്ടോ ആട്ടോ. ഫോണിലെടുത്ത ഫോട്ടോ ആണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വെറുതെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു റിസപ്ഷൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ആൽബവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടൊന്നും വന്നില്ല. അതൊക്കെ ഒരു ഓർമ്മയ്ക്ക് നമ്മൾ നാട്ടിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് വരുവാണ് ചെയ്തത്. ഇതാട്ടോ നമ്മുടെ റിസപ്ഷൻ്റെ ഫോട്ടോ. പിന്നെ മോനെ ഒരു വയസ്സൊക്കെ ആകാറായപ്പോൾ ഫോണിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആട്ടോ അത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് അത് സെറ്റ് ചെയ്താട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോ. ഞാൻ എടുത്ത ഫോട്ടോയാണ്. അപ്പം അവൻ്റെ ഈ ഒരു ഫോട്ടോ മാത്രമാണ് കേട്ടോ നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിങ്ങനെ ഫ്രെയിം ആക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല. കാരണം ഇങ്ങനെ എല്ലാം ഫ്രെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാനൊക്കെ പാടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആ കവറൊന്നും ചേഞ്ച് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കായി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പോസ്റ്റിംഗ് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ളതല്ലേ വേണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഫ്രെയിമൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ആ ഒരു കവറൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ലേ. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെ ഗോളിയാറൊക്കെ പോകുമ്പം മേളയിലൊക്കെ പോകുമ്പോൾ മേടിക്കുന്ന കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ റൂമിനകത്തൊരു ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ മധ്യപ്രദേശിലൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെ ജനലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നമുക്കിവിടെ ക്വാർട്ടർ ആയത് കാരണം നമുക്ക് ജനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ
ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഈ അലമാരയ്ക്കകത്താണ്. കാരണം കുഞ്ഞെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ മേടിച്ചാണ് ഈ കിണ്ടിയും അതുപോലെ ഈ ഒരു പറ അതുപോലെ കുഞ്ഞു വിളക്ക് ഒക്കെ ഞാൻ നാട്ടിൽ പോയി മേടിച്ചാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ചെറിയ ദൈവത്തിൻ്റെ വിഗ്രഹം കണ്ടോ, അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടോ നമ്മുടെ ലിവിങ് റൂമിലുള്ളത്. ലിവിങ് റൂമിൽ പിന്നെ കുറേ അധികം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പച്ചപ്പുള്ളത് നല്ല രസമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോയ സമയത്ത് കണ്ടോ, ഇപ്പോഴും നേരമൊന്നും വെളുത്തിട്ടില്ല. നല്ല 6 മണിയൊക്കെ സമയമാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ നേരമൊന്നും വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതായത് ഞാൻ ഉറങ്ങി എണീറ്റ് വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെയൊക്കെ ആയിട്ടോ കാണുക. കുറേ പശുക്കളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നേരെ പോകുമ്പം ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ടോയ്ലറ്റൊക്കെയാണ്, ടോയ്ലറ്റും ബാത്റൂമൊക്കെയാണ്. പിന്നെ പുറത്തേക്ക് ഒരു വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതാണ് എൻട്രൻസ് ആയിട്ട് യൂസ് ചെയ്യുക, പക്ഷേ നമ്മൾ അപ്പുറത്തെ സൈഡായിട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വാതിൽ തുറക്കുമ്പോൾ നേരെ കാണുന്നത് ഇതുപോലെ സ്റ്റെയർ കേസ് ഒക്കെ ആയിട്ടോ. സ്റ്റെയർ കേസും കാണും, അതുപോലെ അപ്പുറത്തെ വീടുകളും കാണും. പക്ഷേ നമ്മൾ ഈ ഡോർ അധികം തുറക്കാറും യൂസ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡാണ് നമ്മൾ അധികം യൂസ് ചെയ്യാറ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ടൊക്കെ പോണ്ടി വരുമ്പോൾ മാത്രം, നമ്മുടെ വെള്ളമൊക്കെ നോക്കാൻ പോണ്ടി വരുമ്പോൾ മാത്രം കേട്ടോ നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് പോവുക. പെട്ടെന്ന് അങ്ങോട്ട് പോണ്ടി വരുമ്പം മാത്രമാണ് ഇത് യൂസ് ചെയ്യാറ്. മുകളിൽ 2 ഫാമിലി ആട്ടോ ഉള്ളത്. 2 ഫാമിലി മുകളിലാണുള്ളത്. അവർ ഒരു മഹാരാഷ്ട്ര ഫാമിലി ഉണ്ട്, അതുപോലെ ഒരു രാജസ്ഥാൻ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പം അവരൊക്കെയാണുള്ളത്. പക്ഷെ അവിടുത്തെ ആ ഫാമിലീസൊക്കെ ഇപ്പം ലീവിന് പോയിരിക്കുവാണ്. അപ്പം അവരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മുകളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും വരാറില്ല. മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ പറയുമ്പം ഇതാണ്. അത് നമ്മുടെ താഴ്ഭാഗമൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ ഇതാ എല്ലാ വീട്ടിലും ഇതുപോലെ കൂളർ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന കൂളറാണ്. അതായത് ഇതിനകത്ത് വെള്ളം നിറച്ച് വെക്കുവാണെങ്കിൽ ഒരു രാത്രി മൊത്തം ഓടും കേട്ടോ. അങ്ങനത്തെ കൂളറാണ്. അപ്പം ഇവിടെ ചൂടൊക്കെ നല്ലപോലെ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ കൂളറൊക്കെ ഉണ്ടാകുകയും പിന്നെ എല്ലാവരുടെ ടാങ്കും കാര്യങ്ങളൊക്കെ മുകളിലാണ് ഉണ്ടാകുക. ചെറിയ ടാങ്ക് ആട്ടോ. 2-3 നേരം കൂടുമ്പോഴായിരിക്കും കുറച്ച് വെള്ളം അവർ വിടുള്ളൂ. ഇത്രയും വലിയ ടാങ്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കുറച്ച് വെള്ളം വിടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു വെള്ളം വരുന്ന ആ ഒരു ടൈമിനനുസരിച്ച് പണിയൊക്കെ ചെയ്ത് വയ്ക്കണം. ഇപ്പം രാവിലെയൊക്കെ അവർ വെള്ളം വിടുവാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ അലക്കിയിടാനുണ്ടെങ്കിൽ രാവിലെ നേരത്തെ അതൊക്കെ ചെയ്ത് വെക്കും. അപ്പം മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഇതൊക്കെ ആട്ടോ. എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. കുറേ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ വേപ്പ്, മാവ്, അതുപോലെ നാരകം, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. മുരിങ്ങ മരമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മുരിങ്ങ എന്ന് പറയുമ്പം കാട്ടുമുരിങ്ങയാണ്, അതായത് കയപ്പുണ്ടാവും. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ കറിവേപ്പിലയൊക്കെ കിട്ടാറുണ്ട്. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കറിവേപ്പിലയ്ക്കൊന്നും ഇവിടെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 2-3 ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുകളിലത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മൾ മുകളിലോട്ടൊന്നും അധികം വരാറൊന്നുമില്ല. അപ്പം നമ്മുടെ മുകളിലത്തെ വീട്ടുകാർ അവരുടെ കൂളർ എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ടിവിൻ്റെ കണക്ഷനും എല്ലാം നമ്മൾ മുകളിലൊക്കെ ആട്ടോ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ഇതൊക്കെ ഡിഷൊക്കെ മുകളിലാട്ടോ ഉള്ളത്. അപ്പോൾ മുകളിലത്തെ വ്യൂ പറയുമ്പം ഇങ്ങനെയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു ഞാവൽ മരമുണ്ട്, വലിയ ഞാവൽ മരമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാവലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നേരെ പോകുന്നത് ഇതുപോലൊരു റൂമിലോട്ടാട്ടോ. അതായത് ചെറിയൊരു ഹോളാണ്. അപ്പം ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് സാധനവും അതുപോലെ നമ്മുടെ കറണ്ടിൻ്റെ മെയിൻ കണക്ഷനൊക്കെ അവിടെ നിന്നാട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു റൂമിൽ, അതായത് നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യേണ്ട റൂമിലാട്ടോ ഇതുപോലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. മോന് മുകളിൽ കയറി ഇതുപോലെ കൈയൊക്കെ കഴുകാനും വേണ്ടിയിട്ടാണ്. പിന്നെ വാഷിംഗ് മെഷീൻ, അതുപോലെ ഫ്രിഡ്ജൊക്കെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, ടേബിള്. അപ്പോൾ ആ ഒരു റൂം ഫില്ലാണ് കേട്ടോ. പിന്നെ അവർ 2 പേരും ഉറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ ഈ റൂമിൽ കുറച്ച് എൻ്റെ കുറേ കഴിവും കാര്യങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ട് കുറേ എന്താ പറയുക അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാട്ടോ. കാണാൻ മെനയൊന്നുമില്ല, പക്ഷേ എന്നാലും വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പം നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കലണ്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ. പിന്നെ അവിടെ ആ ഒരു വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഒരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം വേറെ ഒന്നുമല്ല. ഈ വീട് എപ്പോഴാണ് ഇടിഞ്ഞ് ഒളിഞ്ഞ് താഴെ വീഴാമെന്നും പറയാൻ പറ്റില്ല. ഇപ്പം അതിൻ്റെ ആ ഒരു സീലിംഗ് വർക്ക് വരെ കണ്ടു തുടങ്ങി. അപ്പം ഇത് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീണ് തുടങ്ങിയത്. കാരണം കഴിഞ്ഞൊരു 2 വർഷം മുന്നുള്ള ഒരു മഴ നമ്മുടെ വീട് മൊത്തം ഇതാക്കി വിട്ടു കേട്ടോ. അതായത് വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തി. കാരണം അത്രയും മഴയുണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ
നമ്മൾ ആ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കിച്ചണാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇതുപോലെ വെള്ളത്തിൻ്റെ ക്യാൻ ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ പുറത്തുനിന്നാണേ വെള്ളമൊക്കെ മേടിക്കുക. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ഒന്നിച്ച് ഒരു 2 ക്യാന് വെള്ളമൊക്കെ മേടിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ കുറേ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതുപോലെ ബോക്സിനകത്തൊക്കെ ആട്ടോ ആക്കി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോക്സിനകത്ത്, ഒരു ബോക്സ് അല്ല കുറേ ബോക്സ് ഉണ്ട്. അതുപോലെ അരി, അതുപോലെ ആട്ടയൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അടുക്കളയാണെങ്കിൽ വളരെ ചെറിയ അടുക്കളയാട്ടോ. അപ്പം അതിനാണ് അനുസരിച്ചുള്ള സാധനങ്ങളെ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ, അതായത് നമ്മൾ പോസ്റ്റിംഗ് ഒക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ വളരെ കുറച്ച് സാധനമൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളിതുപോലെ ഏറ്റവും മുകളിൽ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പം അതിൻ്റെയൊക്കെ ബോക്സുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കൂട്ടോ. കാരണം പോസ്റ്റിംഗ് ഒക്കെ പോകുമ്പം കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഇങ്ങനെ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും നമുക്ക് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും, അതുപോലെ ഓയിൽ കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക ഫ്ലാസ്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു അറയുണ്ട്. അപ്പോൾ അതിനകത്തായിട്ട് വെച്ചിരിക്കുന്ന ഒരു റാക്ക് പോലെ. അപ്പോൾ ഇതൊന്നും അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള റാക്കുകളാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക്, ആ റാക്കിൻ്റെയൊക്കെ താഴെ ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ടാട്ടോ ഇങ്ങനെ വെക്കാറ്. ന്യൂസ് പേപ്പർ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുവേ. അപ്പോൾ ന്യൂസ് പേപ്പറും കൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ വെക്കാറ്. പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ ഈ ഒരു ചെറിയൊരു റാക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങളും, അതുപോലെ ടിഷ്യൂ പേപ്പർ, അതുപോലെ ഉള്ളി, പിന്നെ നമ്മൾ തക്കാളി, ഉള്ളിയൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ആട്ടോ എടുത്ത് വെക്കുക. അതുപോലെ തേങ്ങയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ അടിയിലാണ് എടുത്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാരണം ഞാൻ ഇതിനകത്ത് അധികമൊന്നും വെക്കാറൊന്നുമില്ല. കാരണം ആ ഒരു തിട്ടൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം പൊട്ടിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അധികം വെയിറ്റുള്ള സാധനമൊന്നും അതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതുപോലെ വാഷ് ബേസിനൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ച് തന്നെയാണ്. ഈ വാഷ് ബേസിനൊക്കെ ഇതിനകത്ത് നേരത്തെയുള്ളതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം വെക്കാനും വേണ്ടി മാത്രം ഇതുപോലെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം താഴെ വീഴും. ആ ഒരു വാഷ് ബേസിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് പുറത്തോട്ട് വെള്ളം പോകാൻ പറ്റുന്ന പോലെ കുറച്ച് ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. കുറച്ച് വൃത്തികേടാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചണത്തെ ജനൽ തുറക്കുന്ന സമയത്ത് ഇതുപോലെ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സൊക്കെയാണേ കാണുക. അതുപോലെ നമ്മുടെ കിച്ചൻ്റെ തൊട്ടടുത്തൊരു മരമൊക്കെ ഉണ്ട്, വേപ്പ് മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അപ്പം അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുവാണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്കും കാണാൻ പറ്റുമേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു വേപ്പ് മരം ഉള്ളതുകൊണ്ട് നമുക്ക് കിച്ചണിലൊന്നും നിൽക്കുമ്പോൾ ഒരുപാട് ചൂടൊന്നും ഉണ്ടാവില്ല. കാരണം ഇനിയിപ്പോൾ ചൂടുകാലമൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ ഈ ഒരു വേപ്പുള്ളത് നല്ലതാട്ടോ, വേപ്പ് മരമൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നാരകത്തിൻ്റെ ചെടിയും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അധികം നാരങ്ങയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഉണ്ടാവുന്ന നാരങ്ങ നല്ല നാരങ്ങയാണ്, നല്ല നാരങ്ങയൊക്കെയാണ്. പിന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ ഒരു എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് വന്നതിന് ശേഷമാണ് നേരാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കിച്ചണിൽ എല്ലാ ഭാഗവും ഇതുപോലെ പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, കുറേ വർഷമായിട്ടുള്ള ക്വാർട്ടേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റേതായ എന്തായാലും ബുദ്ധിമുട്ടുകളും പ്രശ്നവും ഒക്കെ ആ ഒരു ക്വാർട്ടേഴ്സിന് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് വർഷം താമസിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ പറയുക, അതൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് മോശം പറയാനൊന്നുമില്ല വീട്. പിന്നെ ഇങ്ങനത്തെ കേട്ടോ മൊസൈക്കൊക്കെ. അതായത് നമ്മൾ ക്വാർട്ടേഴ്സിലൊക്കെയല്ലേ താമസിക്കുന്നത്. നമ്മൾ സ്വന്തം വീട് യൂസ് ചെയ്യുന്ന പോലെയല്ലോ. ക്വാർട്ടേഴ്സൊന്നും അത്രയും ക്ലീൻ ആയിട്ടൊന്നും ആരും നോക്കിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം അതിനനുസരിച്ചുള്ളൊരു മൊസൈക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതായത് എല്ലാവരും ഇപ്പോൾ എല്ലാ ദിവസവും ക്ലീനൊന്നും ചെയ്യില്ലല്ലോ. അപ്പം വൃത്തിയില്ലെങ്കിലും ആ ഒരു വൃത്തി ആക്കിയില്ലെങ്കിലും ആ ഒരു മൊസൈക്കിനകത്ത് കാണില്ല കേട്ടോ. ഈ ഒരു മൊസൈക്കിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ മോൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ബെഡൊന്നും നമ്മൾ നേരെ അങ്ങനെ വിരിച്ചിടാനും ഒന്നും പറ്റില്ലല്ലോ. കാരണം കിടന്നുറങ്ങുന്ന ഒരാളെ മാറ്റിയിട്ട് നമുക്ക് എന്തായാലും ബെഡ് നേരാക്കി ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ അലമാരയൊക്കെയാണ്, ഇത് നമ്മൾ മേടിച്ചാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സൈഡിലിരിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് നാട്ടിൽ പോകാനൊക്കെ ഉള്ള ബാഗും കാര്യങ്ങളും, അതായത് പോസ്റ്റിങ് പോകാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ ബോക്സൊക്കെ പോസ്റ്റിങ്ങൊക്കെ പോകുമ്പം കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മൂടിൽ വെള്ളം എപ്പോഴും അടുത്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടിനകത്ത് തന്നെ ആ ഒരു കുപ്പിയൊക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിനകത്ത് തന്നെ ഇതുപോലെ ഒരു അലമാരയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ തൂക്കിയിട്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ 3 പേരുടെ ഡ്രസ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ കുറേ എന്ന് വെച്ചാൽ ഇവിടെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഡ്രസ്സ് നമുക്ക് വേണ്ടി വരും കേട്ടോ. ഇവിടെ തണുപ്പ് ഉള്ള സമയത്ത് വേറെ ഡ്രസ്സായിരിക്കും, അതുപോലെ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ വേറെ വേറെ അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുതെ വീഡിയോ എടുത്ത് നോക്കുവാണ്. പിന്നെ കാരണം എൻ്റെ കോലം ഞാൻ രാവിലെ എണീറ്റ് വന്ന വരവല്ലേ. പിന്നെ ഇതുപോലൊരു അലമാര ഉണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് നമ്മൾ കുറേ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അയൺ ബോക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോൻ്റെ ടോയ്സ് കാര്യങ്ങൾ, ഇതൊക്കെ എത്ര പെറുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വൃത്തിയാകാനൊന്നും പോകുന്നില്ല. പിന്നെ കുറേ മോൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇതുപോലെ പുറത്താർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ യൂണിഫോം, അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും തണുപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബോക്സിനകത്ത് പിന്നെ മോൻ്റെ ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളാട്ടോ. പിന്നെ മോൻ കുറേ കളിപ്പാട്ടമൊക്കെ ഇങ്ങനെ നിരത്തി പരത്തിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഒതുക്കി വെച്ചിട്ടുണ്ട്, എന്നാലും അവനത് അവൻ്റെ ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് അവനതൊക്കെ എടുത്ത് പുറത്തിടും കേട്ടോ. അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങുവാണ്. ഏട്ടൻ എണീറ്റ് ഓഫീസിൽ പോയിട്ടോ. പിന്നെ ഞാൻ ഈ ഒരു റൂം ഏട്ടൻ എണീറ്റ് പോയതിന് ശേഷമാണ് ഈ ഒരു റൂമിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ റൂമിനകത്ത് ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ ഭയങ്കര കുഞ്ഞ് ക്വാർട്ടേഴ്സൊക്കെ ആട്ടോ. അപ്പോൾ അധികം റൂമുകളൊന്നുമില്ല, അധികം വെളിച്ചവും വെട്ടമൊന്നും ഇല്ലാത്ത റൂമുകളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ പുറത്ത് ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പം കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്, നന്നായി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഇതൊന്നും തണുപ്പായത് കാരണം എല്ലാം ഡ്രൈ എന്ന് വെച്ചാൽ ചെടിക്ക് നല്ലപോലെ വാട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചൂട് തുടങ്ങിയപ്പം പെട്ടെന്ന് എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒഴിക്കുന്നത് കണ്ടോ. ഇതിനകത്ത് വെള്ളമൊഴിച്ച് അങ്ങനെയുണ്ട്, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് വെള്ളം ഇതായി പോകുന്നുണ്ട്. കാരണം ഞാൻ അതിനകത്ത് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ ചട്ടിക്കകത്ത് ഹോൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഹോൾ ഉണ്ടാക്കാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നിൽക്കാതെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ഇന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടി കളക്ഷൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ, അതായത് എൻ്റെ ഹോം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാവേ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം എൻ്റെ പുതിയൊരു ചാനലൊക്കെയാണ്, പുതിയതായി സ്റ്റാർട്ടായ ചാനലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല കമൻസൊക്കെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസ്, അതായത് നമ്മുടെ BSF ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.